ബൈജു നൽകുന്ന വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ദൗത്യം തെരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും തെരച്ചിൽ തുടരും. ദൗത്യം അവസാനിപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും അതേത് തരത്തിലായിരിക്കും ഡീപ്പ് ഡൈവിങ്ങിന് സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം, കാലാവസ്ഥ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി തെരച്ചിൽ നടത്തുക? കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നദിയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തുമോ? ലോറിയുടെ ക്യാബിനിലേക്ക് എത്താൻ കഴിയുമോ? ഇനിയുള്ള ഓരോ മണിക്കൂറുകളും എന്ത് വാർത്തയാണ് ഷെഡ്യൂളിൽ നിന്ന് വരിക എന്നുള്ളതെല്ലാം ഉറ്റുനോക്കുന്നു കേരളം. അതേസമയത്ത് കോഴിക്കോട്ട് നിന്ന് കണ്ണാടിക്കൽ നിന്ന് CV അനുമോദ്, ഒപ്പം കോഴിക്കോട്ട് അർജുന്റെ വീട്ടിൽ നിന്ന് അശ്വതിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അശ്വതി, അർജുന്റെ കുടുംബാംഗങ്ങളും കൂടി ഉണ്ട് ഷിരൂരിൽ. അവർ കൂടി പ്രധാനപ്പെട്ട അധികൃതരെ എല്ലാവരെയും, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ മന്ത്രിമാരെ അടക്കം കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല, ദൗത്യം തുടരും എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അപ്പോഴും ഇതേത് തരത്തിലായിരിക്കും ഇത് തുടരുക എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു അനിശ്ചിതാവസ്ഥ അവിടെയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനിയുള്ള മണിക്കൂറുകൾ അത് കൂടുതൽ സങ്കീർണമാകുമെന്നുള്ള ചില വിലയിരുത്തലുകൾ രക്ഷാദൌത്യ സംഘങ്ങൾ പോലും നടത്തുന്നു. അർജുന്റെ കുടുംബം ഇതെങ്ങനെയാണ് കാണുന്നത്? ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു? ഈ ദൗത്യം തുടരും എന്ന മന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം. അപർണ, ദൗത്യം തുടരും എന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ലായിരുന്നു. കാരണം അവർക്ക് അർജുനെ അവസാനമായി ഒന്ന് കാണണം, അത് അവനെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം തന്നെയാണ് അവിടെ ഷിരൂരിലുള്ള അർജുന്റെ ബന്ധുക്കളും കോഴിക്കോടുള്ള ബന്ധുക്കളും, അതായത് കോഴിക്കോട് അർജുന്റെ വീട്ടിലുള്ള ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ നിർത്തുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇത്തരത്തിലൊരു നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുന്റെ സഹോദരി അഞ്ജുവുമായി സംസാരിച്ചപ്പോൾ അഞ്ജു പറഞ്ഞ കാര്യമില്ല, അങ്ങനെയൊന്നില്ല, എന്തായാലും ദൗത്യം തുടരുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ആ സമയത്തുള്ള യോഗത്തിൽ ഇവിടെ നിന്നുള്ള ബന്ധുക്കളും പങ്കെടുത്തിരുന്നു, അർജുന്റെ ബന്ധുക്കളും പങ്കെടുത്തിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരിക്കലും ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല, എന്നാൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രതീക്ഷ ആ ട്രക്കിനുള്ളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്, ട്രക്കിലെ ക്യാബിനുള്ളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അർജുൻ ക്യാബിനിലുണ്ടോ എന്നുള്ള നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രതീക്ഷ, അർജുൻ അതിനകത്തുണ്ടോ എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ, അതിപ്പോഴും കുടുംബം ഇല്ലെങ്കിൽ കണ്ണാടിക്കലിലെ ഓരോ വീട്ടിനെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ഈ വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോരുത്തരും മാധ്യമങ്ങളിലൂടെ ഇതെന്തായി, അവിടുത്തെ തിരച്ചിൽ എന്തായി എന്നുള്ളത് അറിയാനായുള്ള വലിയ ആകാംക്ഷയോടെ അവർ നോക്കിയിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷയ്ക്ക് ചെറിയ മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും അർജുനെ കിട്ടും, അർജുനെ അവസാനമായി ഒരു നോക്ക് അവർക്ക് കാണാനാകും. അവരുടെയൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാരനാണ് അർജുൻ, നാട്ടുകാരുടെ വലിയ പ്രിയപ്പെട്ടവനാണ്. റൈറ്റ് അശ്വതി.